ആദിയോഗിയിലേക്കുള്ള മൂന്നാമത്തെ യാത്രയിലാണ് ഞാൻ. നമ്മൾ കോയമ്പത്തൂർ ട്രെയിൻ ഇറങ്ങി അവിടുന്ന് 14D എന്നുള്ള ബസ് പിടിച്ച് നേരെ ആദിയോഗിയിലെത്തി. ഇത്തവണ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇഷ കോട്ടേജസിൽ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്ത് ഞാനും അരുണി മാധുവും നമ്മൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ബസ് ഇറങ്ങിയപ്പം തന്നെ എന്തായാലും ആദിയോഗീൻ്റെ അടുത്തൊന്ന് പോയി. ആ ഒരു മഴ, നല്ല ആംബിയൻസ് ആയിരുന്നു. ആ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നല്ല കാറ്റും ചാറ്റൽ മഴയൊക്കെ ആയിട്ട് അതിലിങ്ങനെ ആദിയോഗി ഇങ്ങനെ ആ ഒരു പ്രസൻസിൽ ഇങ്ങനെ നിൽക്കുന്ന അത് വേറൊരു വൈബ് തന്നെയായിരുന്നു. അപ്പോൾ അതൊന്ന് ആസ്വദിച്ചതിന് ശേഷം നമുക്ക് റൂമിൽ പോകാമെന്ന് പറഞ്ഞു. ഏതാണ്ട് എനിക്കൊന്നൊരു 11 മണിക്കൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല. അതെന്തായാലും നന്നായെന്ന് വിചാരിച്ച്. ശരിക്കും എണ്ണയൊക്കെ ഇട്ടതുപോലെ ഉണ്ടായിരുന്നു ആ ആദിയോഗീൻ്റെ പ്രതിമ. മഴ പെയ്ത് നല്ല ആംബിയൻസ് അവിടെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല മാധു അവിടുന്ന് യോഗയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അവിടെ ആ ഒരു പ്രസൻസ് നന്നായിട്ട് അത് ആസ്വദിക്കാൻ പറ്റി. ആ മഴയും ആദിയോഗീൻ്റെ ആംബിയൻസും നല്ല രീതിയിൽ. പിന്നെ ഇവിടെയുള്ള പൂജേൻ്റെയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആണ്. പൗർണമി നാളിലൊക്കെയാണ് ഇവിടെ പ്രത്യേക പൂജകളൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. എനിക്കതിൻ്റെ ഡീറ്റെയിൽ കാര്യമായിട്ട് അറിയില്ല. അവിടെ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. അവിടെ വളണ്ടിയേഴ്സ് ഉണ്ടാവും. നമുക്കറിയാം, വിഷയമൊക്കെ വിസിറ്റ് ചെയ്ത ആൾക്കാർക്കറിയാം വളണ്ടിയേഴ്സ് ഉണ്ടാവും. നമ്മൾ വീണ്ടും കോട്ടേജിലേക്കുള്ള യാത്രയിൽ 10 രൂപയ്ക്കാണ് ഈ കാളവണ്ടി. നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്താൽ 10 രൂപ വൺ സൈഡ്. നമുക്ക് ഇവിടുന്ന് അതേപോലെ തന്നെ ഇവർക്ക് ഈ കാളകൾക്ക് തീറ്റ കൊടുക്കാനുള്ള നമുക്ക് 50 രൂപ കൊടുത്താൽ ഇവർക്ക് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം. നമ്മൾ ചെക്കിനിലും പോയി നമ്മളവിടെ വെൽക്കം പോയിന്റിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാവും. നമ്മുടെ കോട്ടേജ് എവിടെയാണോ അവിടത്തേക്ക് നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാവും ഫ്രീ ആയിട്ട്. നമ്മൾ ശിവപാദം 4 ആയിരുന്നു. അത് ഏറ്റവും എൻഡിലായിരുന്നു റൂം ഉണ്ടായിരുന്നത്. ഒരു ബോർഡറിന് അത്യാവശ്യം ദൂരം പോകാനുണ്ടായിരുന്നു, ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ശിവപാദം 4-ലെത്തി. നമ്മളവിടെ റിസപ്ഷനിൽ റൂമൊക്കെ അവിടെ ലഗേജെല്ലാം വെച്ച് നമ്മൾ വീണ്ടും ഇഷേൻ്റെ ആംബിയൻസ് ഒന്നുകൂടി ആസ്വദിക്കാനായിട്ട് പുറത്തിറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മനോഹരമായൊരു ക്ലൈമറ്റ്. നമ്മൾ അവിടെയുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളും നമ്മൾ വിസിറ്റ് ചെയ്യുകയും ആ ആംബിയൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്ത് സൂര്യകുണ്ട്, ധ്യാനലിംഗം, അതേപോലെ തന്നെ ലിംഗഭൈരവി, ഓൾമോസ്റ്റ് നമുക്ക് കയറാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ കയറി അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വൈകുന്നേരം ആയപ്പം വീണ്ടും നമ്മൾ ആദിയോഗീൻ്റെ അവിടത്തേക്ക് തന്നെ എത്താൻ ലേസർ ഷോ കാണാനുള്ള തയ്യാറെടുപ്പൊക്കെ. ആ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴയുണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർക്കൊന്നും ഒട്ടും കുറവില്ലായിരുന്നു. നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ മഴ പെയ്താൽ ഇനി ലേസർ ഷോ ഉണ്ടാവുമോ എന്നുള്ളത്. ലേസർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ശക്തമായ മഴ ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്കാരെ തിരക്കിനൊന്നും ഒരു കുറവില്ലായിരുന്നു. സ്കൂൾ കുട്ടികളൊക്കെ ബസ്സിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ 2 സൈഡിലുള്ള ഈ പില്ലേഴ്സിൽ നിന്നാണ് ലേസറിൻ്റെ ആ ഷോൻ്റെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കൊണ്ടുവരുന്നതാണ് അതിൻ്റെ സ്പീക്കർ. നമുക്ക് ഈ ലേസർ ഷോ നടക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് സദ്ഗുരുവിൻ്റെ നരേഷൻ ഉണ്ടാവുക. ആ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ആ സ്പീക്കറെല്ലാം. കൃത്യം 7 മണിയാണ് പറഞ്ഞത്. ഒരു 7:15 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലേസർ ഷോ അത് അവർ ആരംഭിച്ചിട്ടുണ്ട്. അതൊന്നും ലൈഫിൽ വൺസ് എന്താ പറയുക, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ. ഞാനത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ലേസർ ഷോ കാണുന്നത്. ഞാൻ 3ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. എന്നാലും ഫസ്റ്റ് ടൈമാണ് ഞാൻ ലേസർ ഷോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ പില്ലറിൻ്റെ ആ ഷട്ടർ പോലുള്ള അത് മുകളിലേക്ക് വരികയും അതിൽ നിന്നുള്ള ലേസർ ഷോൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ ഒരു നീല ലൈറ്റ് കാണാം. അതുപോലെ തന്നെ 2 സൈഡിലുണ്ട്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. പിന്നെ സ്പീക്കേഴ്സും. ഇപ്പം ലേസർ ഷോ തുടങ്ങുകയാണ്. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.
Namah Shivaya. Om 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 Namah Shivaya. നമ്മൾ ലേസർ ഷോ എല്ലാം കഴിഞ്ഞ് അവിടുന്ന് അന്നദാന ഹാളിൽ നിന്ന് ഡിന്നറും കഴിച്ച് റൂമിൽ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ രാവിലെ ഇറങ്ങിയാൽ നമുക്ക് ഒരുപാട് മയിലിനെ അതുപോലെയുള്ള ഇവിടുത്തെ മോർണിംഗ് ആംബിയൻസ് അടിപൊളിയാണ്. ഇതാണ് നമ്മളെ ശിവപാദം. നമ്മൾ സ്റ്റേ ചെയ്ത റൂമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയെല്ലാം ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. 1000 rupees അത് വെർത്താണ്. ഇതാണ് ഇഷേൻ്റെ ഉള്ളിൽ. ഇവിടെ ഫോണ് റെസ്ട്രിക്റ്റഡ് ആണ്, മൊബൈൽ നമ്മൾ മാക്സിമം ഉപയോഗിക്കാത്തതാണ് നല്ലത്. എന്നാലും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്താണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ശബ്ദം വളരെ കുറവായിരിക്കും, നമുക്ക് കാം ആൻഡ് ക്വയറ്റായിട്ട്. അങ്ങനെ നമ്മൾ 11 മണിൻ്റെ ബസ്സിന് നമ്മൾ റിട്ടേൺ ആയി കോയമ്പത്തൂരേക്ക്.